കെ ബാലൻ്റെ ജമാഅത്ത് ഇസ്ലാമി പേടി BJPക്ക് വളമായി മാറുമെന്ന് ഏവർക്കും അറിയാവുന്ന വസ്തുതയാണ്. പ്രതീക്ഷിച്ചതുപോലെ ശ്രീ കുമ്മനം രാജശേഖരൻ മറ്റൊരു ഭയപ്പെടുത്തലുമായി നാട്ടുകാരുടെ ഇടയിൽ എത്തിയിട്ടുണ്ട്. SDPIക്കായിരിക്കാം ആഭ്യന്തര വകുപ്പ് എന്ന് ശ്രീ കുമ്മനം പറയുമ്പോൾ കെ ബാലനും കുമ്മനം രാജശേഖരനും ഒരേ തുവൽപക്ഷികളായി മാറുകയായിരുന്നു. കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും നിർണായക സ്വാധീനമുള്ള മുസ്ലിം വിഭാഗം രാജ്യത്ത് ഏറ്റവും സുരക്ഷിതമായ ജീവിതം കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാരണം കേരളത്തിൻ്റെ മതനിരപേക്ഷ രാഷ്ട്രീയ സ്വാധീനം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ സമൂഹം നൽകുന്ന സംഭാവനയെ കേരളം വളരെ ആത്മാർത്ഥതയോടെയാണ് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ആദ്യ മന്ത്രിസഭ എടുത്താൽ 1957 EMS മന്ത്രിസഭ മുതൽ കേരളീയ മുസ്ലിം സമൂഹത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇടതുപക്ഷ പാർട്ടികൾ എടുത്ത ആരോഗ്യകരമായ സമീപനം വളരെ നന്ദിയോടെയാണ് കേരളീയ പൊതുസമൂഹം എന്നും ഓർത്തെടുക്കുന്നത്. 1957 EMS മന്ത്രിസഭയുടെ കാലത്ത് സംസ്ഥാനത്ത് ദേവാലയങ്ങൾ പണിയുവാൻ, മുസ്ലിം ദേവാലയങ്ങൾ പണിയുവാൻ സർക്കാരിൽ നിന്ന് പ്രത്യേക അനുവാദം വാങ്ങണം എന്നുള്ള ഒരു കാടൻ നിയമമുണ്ടായിരുന്നു. അത് തിരുത്തിക്കൊണ്ട് മറ്റ് മതജാതി സംഘടനകളുടെ ദേവാലയങ്ങൾ പണിയുന്നത് പോലെ തന്നെ പ്രത്യേക അനുവാദമൊന്നും കൂടാതെ ഇസ്ലാമിക ദേവാലയങ്ങൾ പണിയുവാൻ അനുവാദം നൽകിയ EMSനോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് പെരിന്തൽമണ്ണയിലെ പുലന്തോൾ പള്ളി EMSന് സമർപ്പിക്കുന്നു എന്ന് രേഖകൾ പറയുന്നത്. ഇംഗ്ലീഷിൽ അവർ ആ പള്ളിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് പുലന്തോൾ മോസ്ക് ഈസ് ഡെഡിക്കേറ്റഡ് ടു EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നാണ്. EMSൻ്റെ ഇല്ലെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുസ്ലിം വിഭാഗത്തോടുള്ള ഉത്തരവാദിത്വം അവിടെ അവസാനിക്കുകയായിരുന്നില്ല. മലപ്പുറം ജില്ല കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു പ്രദേശമാണ് ഇന്ന് മലപ്പുറം ജില്ല. സംസ്ഥാനത്തെ ജനസംഖ്യയിൽ 13% വരുന്ന ആ ജില്ലയിൽ 44 ലക്ഷം ആളുകളുണ്ട്. ആ ജില്ലയുടെ രൂപീകരണം തന്നെ മലബാറിലെ പിന്നോക്ക പ്രദേശങ്ങൾക്ക് മുന്നോട്ട് കുതിക്കുവാൻ അവസരമുണ്ടാക്കി കൊടുത്തത് രണ്ടാം EMS മന്ത്രിസഭയായിരുന്നു. അന്ന് ആ ജില്ല രൂപീകരിക്കുമ്പോൾ അതിനെതിരെ കലാപാഹ്വാനം നടത്തിയവരാണ് ജനസംഘത്തിൻ്റെ ആളുകൾ. AB വാജ്പേയിയാണ് അന്ന് ഇന്ത്യക്കുള്ളിലെ പാകിസ്ഥാൻ എന്ന് മലയാളികൾക്ക് ദഹിക്കാത്ത ഭാഷയിൽ കേരളത്തിൽ വർഗീയ വിഭാഗീയ ചിന്തകൾ ഉണ്ടാക്കാൻ ഇവിടെ എത്തിയത്. അവിടെ നിന്ന് തലശ്ശേരി കലാപം പരിശോധിക്കുമ്പോൾ കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി ആ കലാപത്തിൽ മുസ്ലിം വിഭാഗത്തെ സംരക്ഷിക്കുവാൻ നടത്തിയ ധീരമായ നിലപാടുകളെ പറ്റി അവർ തന്നെ ആവർത്തിച്ച് പറയാറുണ്ട്. ബാബറി മസ്ജിദ് വിഷയമുണ്ടായപ്പോൾ ബാബറി മസ്ജിദ് പ്രശ്നം ഒരു സമുദായത്തിൻ്റെ മാത്രം പ്രശ്നമല്ല എന്നും മതനിരപേക്ഷ ഇന്ത്യയിൽ അതുണ്ടാക്കുന്ന വേദന നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നും ശരിയായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യത്താകെ മുസ്ലിം വിഭാഗത്തിനെതിരെ RSS ഉയർത്തുന്ന ഉത്കണ്ഠാജനകമായ നിലപാടുകൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചു വന്നവരാണ്. എന്നാൽ നോക്കൂ, ഈ പുതിയ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീ കെ ബാലൻ പറഞ്ഞ ചില അപവാദ സമീപനങ്ങൾ, ജമാഅത്ത് ഇസ്ലാമി കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാകും എന്ന് തുടങ്ങിയ ചില പ്രസ്താവനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് കുമ്മനം രാജശേഖരൻ എന്നാൽ പിന്നെ SDPI ആകട്ടെ ആഭ്യന്തരമന്ത്രി എന്ന് പറയേണ്ടി വന്നത്, ഇല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടത് പറയിച്ചതിൽ കെ ബാലൻ്റെ പ്രസ്താവന വലിയ പങ്ക് വഹിച്ചു എന്ന് തിരിച്ചറിയണം. കെ ബാലനോടൊപ്പം നിലയുറപ്പിക്കുവാൻ കൂടി വന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രമേ ഉണ്ടാവൂ എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ കെ ബാലൻ്റെ ഇത്തരം നമ്പറുകൾ ഫലത്തിൽ കുമ്മനം രാജശേഖരനെ പോലുള്ള BJPയുടെ രാഷ്ട്രീയ അജണ്ടകൾക്ക് മൈലേജ് ഉണ്ടാക്കാനേ കഴിയൂവെന്ന് CPMൽ ഇപ്പോഴും ചിന്താശേഷിയുള്ള ആളുകൾ തിരിച്ചറിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കട്ടെ.